ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മലയാള സംഗീത ലോകത്ത് തന്റെ വരികളിലൂടെ നിരവധി ഹൃദയങ്ങളെ സ്പർശിച്ച ഒരു പ്രതിഭയാണ് നമ്മുടെ പ്രിയ ഗാനരചയിതാവ് ആശിർ വടകര. എൻ്റെ സുഹൃത്തുക്കൾ ഒരട്ടി ഈ ഡയറി എൻ്റെ കയ്യിൽ തരും. വീട്ടിൽ പോയിട്ട് എനിക്കിത് എഴുതുക, തിരിച്ചവർക്ക് കൊണ്ടേ കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് വാക്കുകൾ എനിക്ക് തോന്നുന്നത് എന്നിലേക്ക് കടന്നു വന്നത്. അങ്ങനെയായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഞാൻ ഷാഫി, താജൂക്ക നമ്മളൊക്കെ ഇരുന്ന് ഇങ്ങനെ കമ്പോസിങ് എഴുത്തൊക്കെ ഒന്നിച്ചാണ്. അപ്പോൾ ഇവിടെ പ്രസൻറ്റ് ചെയ്ത് സജീട്ടൻ കേട്ട് ഓക്കെ. അപ്പോൾ ഞാൻ സജീട്ടൻ ഞാനങ്ങോട്ട് വരുന്നുണ്ടാവും, നമുക്ക് മാറ്റി എഴുതണം, അത് ഡെമ്മിയാണ് വരികൾ എന്ന് പറയും. അപ്പോൾ സജീട്ടൻ വരുന്ന ഒരു അക്ഷരം മാറ്റി ഇനി വർക്ക് ചെയ്യണ്ട, അതിന് ഇറ്റാൽ നീ എൻ്റെതല്ലേ, ഞാൻ MG ശ്രീകുമാർ പാടി. ഞാനും ഷാഫിയും MG സാറിൻ്റെ വീട്ടിൽ പോകുന്നു. തിരിച്ച് ഇതൊക്കെ പാട്ടൊക്കെ കേൾപ്പിച്ച് തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ലിറിക്സ് കാണാതെ ആവുന്നു. ബസ്സിൽ വെച്ച് മറന്നുപോയി. അതിൽ പിന്നെ കുറച്ച് ഭയങ്കര കഥകളുണ്ട്. ശരിക്കും ഒരു പാട്ട് എഴുതാൻ ഒരു ഫേവറേറ്റ് ടൈം അല്ലെങ്കിൽ ഒരു കംഫർട്ടബിൾ ടൈം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഫാമിലിയിൽ ഉപ്പയില്ല, ഉപ്പ മരിച്ചുപോയി. ഇപ്പം മരിച്ചിട്ട് ഏകദേശം 20 വർഷം 21 വർഷമായി. പിന്നെ ഉമ്മ ഉണ്ട്. ഇപ്പം നേരെ പ്രശ്നമാവും. ഇപ്പൊ നമുക്ക് കോൾ ചെയ്താൽ ഏതെങ്കിലും ഒരു സിംഗർ ഫോൺ എടുക്കോ നോക്കിയാലോ? ഷാഫി. ഹലോ. രണ്ടായിരത്തി 2006 തൊട്ടിട്ട് ഇപ്പോൾ 2026 ഏകദേശം ഒരു 20 വർഷത്തോളമായിട്ട് ആശിർ ഈ ഒരു ഫീൽഡിലുണ്ടല്ലോ. ഈ ഒരു ഫീൽഡിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നത്? ആ ഒരു യാത്ര എങ്ങനെയാണെന്നൊന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ഒരു സുഹൃത്ത് ആണ് എന്നോട് പാട്ട് എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചത്. കാരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മേഴ്സി കോളേജിൽ, വടകര മേഴ്സി കോളേജിലാണ് ഡിഗ്രി പഠിച്ചത്. അപ്പോൾ ആ സമയത്ത് ഈ ഓട്ടോഗ്രാഫ് ഉണ്ടാവില്ല. ഓട്ടോഗ്രാഫിൽ നമ്മൾ എഴുതുമ്പോൾ എനിക്ക് ഈ പുതിയ വാക്കുകൾ എഴുതണം എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്ഥിരം എഴുതി മറയുന്ന വാക്കുകളല്ലാതെ ഒരു പുതിയ വാക്ക് എന്ത് എഴുതാൻ പറ്റും എന്നൊരു ആശയം. അപ്പം ഞാനങ്ങനെ പുതിയ വാക്കുകൾ എഴുതും. അപ്പം അതെനിക്ക് തലവേദന ആയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്തുക്കൾ ഒരട്ടി ഈ ഡയറി എൻ്റെ കയ്യിൽ തരും. വീട്ടിൽ പോയിട്ട് എനിക്കിത് എഴുതുക, തിരിച്ചവർക്ക് കൊണ്ടേ കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് വാക്കുകൾ എനിക്ക് തോന്നുന്നത് എന്നിലേക്ക് കടന്നു വന്നത്. അങ്ങനെയായിരിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ എഴുതി. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ പാട്ട് എഴുതി നോക്കിയെന്ന്. അങ്ങനെ കൊച്ചിൻ ഷമീർ, നമ്മളെ വടകരക്കാരനായ മൂപ്പരാണ് ഫസ്റ്റ് എനിക്കൊരു അവസരം തരുന്നത്. അതിലൂടെ മിസ്രിയത്ത് എന്നൊരു ആൽബത്തിൽ കണ്ണൂർ ഷെരീഫ്ക്കാണ് അത് പാടിയത്. അപ്പോൾ അതിലൂടെ പിന്നെ കിനാവ്, പിന്നെ ഷാഫി ചെയ്ത കിനാവ്, പിന്നെ കൽബാണ് ഫാത്തിമ. കൽബാണ് ഫാത്തിമ ഒരുപാട് ഹിറ്റ് ആയിട്ടുള്ള ഒരു അതെ. കൽബാണ് ഫാത്തിമയിൽ ഞാൻ 2 സോങ്ങാണ് എഴുതിയത്. അതിൽ ഭക്തി ഗാനം ഒന്ന് ഹംദും സമതും നീയുക, പിന്നെ താജൂക്ക പാടിയ ആശകളില്ലാത്ത എൻ ജീവയാത്രയിൽ ആ പാട്ട്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതിൽ ആദ്യമായിട്ട് എഴുതിയ പാട്ട് ഒന്ന്? എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് എഴുതിയത് അന്ന് നമ്മളെ ഈ കോഴിക്കോട് മാറാട് കലാപവുമായി ബന്ധപ്പെട്ട് ഒരു ഇരുൾ മൂടിയ കണ്ണിൻ കാഴ്ചയും പേറി മാനവ സമുദായം, അതാണ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഞാൻ എഴുതിയൊരു ഒരു അന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഒരു മതമൈത്രി ഗാനമായിരുന്നു അത്. ആശിറിന്റെ ചെറുപ്പകാലത്തിൽ സംഗീതത്തോടുണ്ടായിരുന്ന താല്പര്യം എങ്ങനെയായിരുന്നു? ഞാൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ MEM വടകര താഴങ്ങാടി MEM ഹൈസ്കൂളാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്മിത ടീച്ചർ ഇപ്പോഴും കണ്ടാൽ പറയും ഈ പഠിക്കുന്ന സമയത്ത് ഒരു മൂളിപ്പാട്ട് പോലും പാടാത്ത ആളാണ്. അല്ല, അതിനകത്ത് ഇപ്പം പാടുന്നുണ്ട് എന്നല്ല, അത്യാവശ്യം പാടുന്നുണ്ട്. പ്രോഗ്രാം, ഈ ഗസൽസ് പ്രോഗ്രാമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത് എനിക്ക് പഠിക്കുന്ന സമയത്ത് ഈ ഡ്രോയിങ്ങിനോടാണ് താല്പര്യം. ഓക്കെ. പിന്നെ പാട്ടുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് നമ്മൾ പാരമ്പര്യമായിട്ട് ഈ പാട്ട് നമ്മൾ ചെറുപ്പത്തിലെ തറവാട്ടിൽ നിന്ന് ഈ ഗസൽസ് കേൾക്കുമായിരുന്നു. ഈ ഗസൽസ് എനിക്ക് തോന്നുന്നത് വീട്ടിൽ തറവാട്ടിൽ രാവിലെ മുതൽ ഈ പാട്ടിങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കും. അത് കേട്ട് 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 ഈ മൈൻഡിൽ ഇങ്ങോട്ട് കയറിയതാണ് ഈ പാട്ട്. പിന്നെ ബ്ലഡിൽ ഈ പാട്ടുള്ളത് കൊണ്ടായിരിക്കാം ഇപ്പം എനിക്ക് തോന്നുന്ന പാടാൻ പറ്റുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആശിർ ഈ അടുത്ത് ഗസൽ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നല്ലോ.
ഇപ്പൊ ഈ ഗസൽ നേരത്തെ പറഞ്ഞു ചെറുപ്പകാലത്ത് സ്ഥിരം വീടുകളിൽ കേൾക്കായിരുന്നു എന്നുള്ളത്. അപ്പൊ അന്നേ ഇത് പാടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ മനസ്സിൽ? അല്ല, ഈ ഗസൽ രംഗത്തേക്ക് എന്ന് എനിക്ക് തോന്നുന്നു അത് പറയാൻ പറ്റൂല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഗസൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ശാഖയാണ്. അപ്പോൾ ഈ ഗസൽ പോലെ തോന്നിക്കുന്ന ചില പാട്ടുകൾ പാടുന്നത്, പിന്നെ ഈ കൊച്ചിനും വായിക്ക മൂപ്പര പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാടാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ മൂപ്പര പാട്ടുകൾ ഞാൻ പ്രോഗ്രാംസിന് പാടാറുണ്ട്. പിന്നെ ബാബുരാജിൻ്റെ പാടാറുണ്ട്, റഫീ സാഹിബിൻ്റെ പാടാറുണ്ട്, ഗുലാമിൽ ചെറിയ ചെറിയ പാട്ടുകൾ. എനിക്കൊന്നും വലിയ പാട്ടുകളൊന്നും അങ്ങനെ അതൊക്കെ മഹാന്മാർ ചെയ്ത് പാടിയ പാട്ടുകളാണ്. അപ്പം ചെറിയ ചെറിയ പാട്ടുകൾ ഞാൻ ഇങ്ങനെ പാടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം പ്രോഗ്രാംസ് ഈ മെഹഫിൽ ഗസൽസ് ചെറിയ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ടൊരു പാട്ട് എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പാട്ട് എഴുതാനായിട്ട് ഇരിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് അതിൻ്റെ വരികളാണോ അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക് ആണോ? അല്ല, ആ പാട്ട് എഴുതുമ്പോൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ആ തീം എന്താണോ ആ തീം, നമ്മളിപ്പം ഒരു പാട്ട് എഴുതുമ്പോൾ എന്ത് തീമാണ് നമ്മളോടിപ്പോൾ ആ പ്രൊഡ്യൂസർ ഇപ്പോൾ ഓപ്പണായിട്ട് പറയാൻ, ഇപ്പോൾ സജിയേട്ടൻ എന്നോട് പറഞ്ഞു എടാ ഇങ്ങനെ ഒരു പാട്ട് വേണം, ഇതാണ് അതിൻ്റെ തീം എന്ന് പറയുമ്പോൾ ഞാൻ ആ തീമിലേക്ക് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് ചെല്ലും. നമ്മൾ മാനസികമായിട്ട് നമ്മൾ ആ തീമായി മാറും. പിന്നെ നമ്മൾ അതിലൂടെയാണ് പോവുക. ആ വരികൾ നമ്മളിപ്പോൾ ഞാനിതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് റാസ ബീഗം എൻ്റെ ഒരു പാട്ട് മണ്ണിനടിയിലും കണ്ണുകൾ നിനക്കായി തുറന്നിരിക്കും എന്നുള്ളൊരു പാട്ടുണ്ട്. അതിൽ ശരിക്കൊരു ഒരു മരണപ്പെട്ട ആള് പറയുന്ന വാക്കുകളാണ് അത് മൊത്തം. അത് നിങ്ങൾ പാട്ട് എനിക്കൊന്ന് യൂട്യൂബിലുണ്ട്, അത് കേട്ടാൽ മനസ്സിലാവും. റാസ വളരെ മനോഹരമായി കമ്പോസ് ചെയ്ത് പാടിയ റാസ രണ്ടാളും കൂടിയാണ് പാടിയത്. അത് ശരിക്കും അതിൽ പറയുന്നുണ്ട്, 3 നാൾ കഴിയുമ്പോൾ കണ്ണുകൾ പൊഴിയുമ്പോൾ കരളിൻ്റെ കണ്ണുകൾ തുറന്നിരിക്കും. പിന്നെ അനുപല്ലവിയിൽ പറയുന്നുണ്ട്, ഈ നോവിനടിത്തട്ടിൽ തനിയെ കിടക്കുമ്പോൾ ഇതുവഴി നീയൊന്ന് വന്നുവെങ്കിൽ. നമ്മൾ മരിച്ച് ഈ ഖബറിന് അടിയിൽ നമ്മളിങ്ങനെ കിടക്കുന്നതാണ് ഞാൻ മനസ്സിൽ കാണുന്ന സിറ്റുവേഷൻ. നമ്മളിപ്പോൾ അതിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രണയിനി, അതാരും ആവാം, നിങ്ങൾ കാമുകനാവാം, പിന്നെ അവരുടെ പ്രണയിനി ആവാം, അവളോട് നമ്മൾ പറയുകയാണ് ഞാനിതിലിങ്ങനെ മരിച്ച് കിടക്കുമ്പോൾ നിങ്ങൾ ഇതുവഴി ഒന്ന് പോയാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു. അപ്പോൾ ആൾക്കാർ നമ്മളോട് പല ആളും ചോദിക്കും ഇത് നിങ്ങളുടെ അനുഭവമാണോ എന്ന് ചോദിക്കും. അനുഭവം ആയിക്കൊള്ളണമെന്നില്ല, നമ്മളെ ചുറ്റുപാടിൽ കാണുന്ന പല സംഭവങ്ങളുണ്ടാവും, ചുറ്റുപാടിൽ കാണുന്ന പല കാര്യങ്ങളുണ്ടാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു പാട്ട് എഴുതുമ്പോൾ നമ്മളതിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളത് ഏതൊരു വിഷയത്തിൽ അങ്ങനെയാണ്. നമുക്കൊരു ആത്മാർത്ഥത വേണമല്ലോ, നമ്മൾ എന്തിനോടൊരു ആത്മാർത്ഥം. നമ്മൾ ഒരു പാട്ട് എഴുതുമ്പോൾ അതിനോടുള്ള ആത്മാർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മരിച്ചതുപോലെ നമുക്ക് സ്വയം തോന്നും. അപ്പം നമുക്ക് എഴുതാനും ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഇപ്പം ഈ അടുത്ത ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു സജ്ന എൻ്റെ സജ്ന ആ പാട്ട് വെച്ചിട്ട്, അതെ ആ പാട്ട് വെച്ചിട്ട് ഒരുപാട് റീൽസ് ഇപ്പം വരുന്നുണ്ടല്ലോ. അപ്പൊ ചിലപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ മുമ്പ് എഴുതിയ പാട്ടായിരിക്കാം അല്ലെങ്കിൽ പാടിയ പാട്ടായിരിക്കും, അത് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആൾക്കാരത് ഒരു 15-17 വർഷത്തിന്റെ മുമ്പ് എഴുതിയ ഒരു പാട്ടാണ്. അതില് അന്ന് ഹിറ്റായിട്ടുള്ളത് മറ്റേ നീ എൻ്റെ തള്ളി എന്നുള്ള സോങ്ങാണ് എം ജി സാറ് പാടിയത്. അപ്പൊ ഇത് വീണ്ടും ഇൻസ്റ്റയിൽ ഹിറ്റായി വളരെയധികം സന്തോഷമാണ്. നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഷാഫിയും താജുക്കൊക്കെ ചെയ്ത മില്യനും സജിയേട്ടന് വേണ്ടി ചെയ്ത പാട്ടാണ്. എനിക്ക് ഓർമ്മയുണ്ട്. ആ വർക്ക് ശരിക്കും മറക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഞാനും ഷാഫിയും എം ജി സാറിന്റെ വീട്ടിൽ പോകുന്നു, തിരിച്ച് ഇതൊക്കെ പാട്ടൊക്കെ കേൾപ്പിച്ച് തിരിച്ചു വരുമ്പോൾ അതിന്റെ ലിറിക്സ് കാണാതെ ആവുന്നു, ബസ്സിൽ വെച്ച് മറന്നുപോയി. അതിന് പിന്നെ കുറച്ച് ഭയങ്കര കഥകളുണ്ട്. എന്താ വെച്ചാൽ തിരിച്ചു വരുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെ കയ്യിലെ പൈസയൊക്കെ തീർന്നു പോയി. എത്രയോ വർഷം മുന്നെയാണ്. ഷാഫി ഇതിൻ്റെ മുമ്പ് എവിടെ പറഞ്ഞിട്ടുണ്ട്, പൈസ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ടിക്കറ്റ് തരുന്ന ആളോട് പറഞ്ഞു നമ്മളെ കയ്യിൽ പൈസ ഇല്ല, എനിക്ക് സംസാരിക്കാൻ മടിയാണ്ട് ഷാഫിയ സംസാരിക്കും. നമ്മൾ അവിടെ എത്തിയിട്ട് പക്ഷെ അത്ര എന്തോ ഒരു നന്മയുള്ളൊരു ഒരാളാണ് അയാൾ നമ്മൾ വടകര എത്തിയിട്ട് നമ്മളോട് പൈസ ചോദിച്ചില്ല അയാൾ. എന്നിട്ട് നമ്മൾ ബാബുവേട്ടനെ വിളിച്ച് സജിയേട്ടനെ വിളിച്ച് പൈസ സെറ്റാക്കിയിട്ട് ഈ KSRTCൻ്റെ ഈ ഓഫീസ് ഉണ്ടല്ലോ അവിടെ പോയിട്ട് പൈസ കൊണ്ടുപോയി കൊടുത്തു. അയാൾ പറഞ്ഞു ഞാനിത് ആകെ നിങ്ങൾ തരുന്നു വിചാരിച്ചതല്ല. പക്ഷെ അങ്ങനെ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ മുത്താബിബി മഞ്ചത്തി പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതിലെഴുതിയ വരികളുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു അത് ഞാൻ ഷാഫി താജൂക്ക നമ്മളൊക്കെ ഇരുന്ന് ഇങ്ങനെ കമ്പോസിങ് എഴുത്തൊക്കെ ഒന്നിച്ചാണ്. എനിക്ക് തോന്നുന്നു വടകര റെസ്റ്റ് ഹൗസ് എന്നാണ് തോന്നുന്നത് ചെയ്യുന്നത്. അപ്പം അത് ഓരോ ട്യൂണ് പറയാൻ നമ്മൾ എഴുതുക. അപ്പോൾ ശരിക്കും ആ ഡെമ്മിയാണ് അതിൻ്റെ വരികൾ. അപ്പോൾ ഇവിടെ പ്രസൻറ്റ് ചെയ്ത് സജിയേട്ടൻ കേട്ട് ഓക്കെ. അപ്പോൾ ഞാൻ സജിയേട്ടൻ ഞാനങ്ങോട്ട് വരുന്നുണ്ട്, അതൊന്ന് നമുക്ക് മാറ്റി എഴുതണം, അത് ഡെമ്മിയാണ് വരികൾ എന്ന് പറയും. അപ്പോൾ സജിയേട്ടൻ അതിൽ നിന്നൊരു അക്ഷരം മാറ്റിയാൽ ഇനി വർക്ക് ചെയ്യണ്ട. സജിയേട്ടൻ എന്നോട് പറഞ്ഞതാണ് അതിൽ നിന്നൊരു അക്ഷരം മാറ്റിയാൽ വർക്ക് ചെയ്യണ്ട.
ഞാൻ പറഞ്ഞു സച്ചിയേട്ടാ അത് ഡെമ്മി വരിയാണ്, അത് ഒറിജിനൽ വരിയല്ല, അത് അതിൽ ഹിറ്റായ നീ എൻ്റെതല്ലേ ഞാൻ MG ശ്രീകുമാർ പാടി. അതിനുശേഷമാണ് ഇപ്പൊ റീൽസിൽ സജിനയൊക്കെ സജന. ഓക്കെ, അതേപോലെ ഒരുപാട് ഹിറ്റ് പാട്ടുണ്ട്. അതില് ആഷിറിന്റെ ഫേവറേറ്റ് സോങ് ഏതാണ്? ഫേവറേറ്റ് സോങ് എന്ന് പറയുന്നത് ഒക്കെ നമ്മളെ കുട്ടികളാണല്ലോ പാട്ട്. അപ്പം എനിക്ക് ഈ ആശകളില്ലാത്തതും പിന്നെ ഈ പറഞ്ഞ പ്രണയമേ ഞാൻ കരയുമ്പോൾ, പിന്നെ ഇൻസ്റ്റയിൽ എനിക്ക് തോന്നുന്നത് ഞാൻ എഴുതിയ പല പാട്ടുകൾ ഇപ്പോൾ ഈ റീൽസ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ ചില വരികൾ ഞാനിതിങ്ങനെ കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ കണക്റ്റ് ആവും ഈ വരി. അപ്പം പിന്നെ ഇങ്ങനെ കുറച്ചും കൂടി കേൾക്കുമ്പോൾ എനിക്കൊന്ന് മനസ്സിലായത് ഞാൻ എഴുതിയ. അങ്ങനെ ഒരു സോങ് മുമ്പ് ഇവര് സുജാതേച്ചി പാടിയൊരു പാട്ട്, ഇന്നല്ലോ കല്യാണം നാൾ എന്നുള്ളൊരു പാട്ട്. അത് ഞാൻ ഇതേപോലെ ഒരു മുട്ടിപ്പാട്ടിൻ്റെ ടീം വർഷങ്ങൾ മുമ്പ് വടകരയിൽ ഞാൻ ഇങ്ങനെ അത് പാട്ട് കേൾക്കുമ്പോൾ ഇതെനിക്കിങ്ങനെ കണക്റ്റ് ആവും. ഇത് എവിടെയോ ഞാനിത് എൻ്റെ സ്വന്തം പാട്ടാണ്. എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കൊന്ന് ഈ പയ്യന്നൂർ ഭാഗത്ത് ആദിലത്തുവാണ് എന്നെ അത് എഴുതാൻ വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1.5 ദിവസം കൊണ്ട് നമ്മൾ 10 പാട്ട് എഴുതിയൊരു ദിവസം ഒരു സമയമായിരുന്നു അത്. അപ്പം ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കി ഈ പാട്ടിൻ്റെ. ഇതെനിക്ക് എന്നിട്ടും ഡൗട്ടാണ് ഇതായിരുന്നു. അപ്പം ഞങ്ങൾക്ക് നേരം എൻ്റെ പേരാണുള്ളത്, ഞാനാണ് എഴുതിയത്. അപ്പം അങ്ങനെയുള്ള പല നമുക്ക് ചില പാട്ടുകൾ മറന്നു പോയിട്ടുണ്ടാവും, പിന്നീട് നമുക്ക് കണക്റ്റ് ആവും. ഈ വരികൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഈ കണക്റ്റ് ആവും. അങ്ങനത്തെ ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഒരു പാട്ട് എഴുതാൻ ഒരു ഫേവറേറ്റ് ടൈം അല്ലെങ്കിൽ ഒരു കംഫർട്ടബിൾ ടൈം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കംഫർട്ടബിൾ ടൈം ഒന്നുമില്ല. അത് ആൾക്കാർ പല ആൾക്കാരും ചോദിക്കും. എന്ന് വെച്ചാൽ എൻ്റെ വീട് വടകര താഴെയങ്ങാടിയാണല്ലോ. അപ്പോൾ അവിടെ നമ്മളെ വീടിൻ്റെ കുറച്ച് അങ്ങോട്ട് പോയ ബീച്ചാണ്. അപ്പോൾ ചില ആൾ നീ ബീച്ചിൽ പോയിട്ടാണോ ഇരുന്ന് എഴുതുക, അതൊക്കെ വെറുതെ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് തോന്നുകയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ മില്ലിയനത്തിന് വേണ്ടി ഒരു ഗസൽ ചെയ്തിരുന്നു. വലിയ ആർട്ടിസ്റ്റുകളാണ് പാടി, വലിയ ആർട്ടിസ്റ്റുകൾ, ഗസൽ തരും ഓർമ്മകൾ. അത് അന്ന് നമുക്ക് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു വടകര, നെക്സ്റ്റ് എന്ന് പറയുന്നത്. അത് കുറച്ച് കാലം ഞാനും ഏട്ടനും കൂടിയാണ് നടത്തിയത്. ഞാനതിൻ്റെ 80% വരികളും ആ ബസ്സിൻ്റെയും കാറിൻ്റെ ഒക്കെ സൗണ്ടിൻ്റെ ഇടയിൽ അവിടെ ക്യാഷിന് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിലിങ്ങനെ തോന്നും ചില വരികൾ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ എനിക്കൊന്ന് 80% വരികൾ ഞാൻ ആ ഷോപ്പിൽ നിന്ന് എഴുതിയത്. അത് ഷോപ്പിൽ നിന്ന് വെച്ചാൽ നമ്മളെ ബിൽ ബുക്കിൻ്റെ പുറത്താണ് ഞാൻ അതിൻ്റെ വരികൾ എഴുതി. എന്നിട്ട് എൻ്റെ ഒരു റിലേഷൻ ഉണ്ട് സിയാഫ്, അവനെ കൊണ്ട് കമ്പോസ് ചെയ്യിച്ച് അങ്ങനെ ഒന്ന്. ഇപ്പം 20 വർഷത്തോളം ഈ ഒരു ഫീൽഡിലുണ്ട്. ഇപ്പോൾ ഒരുപാട് ഗാനങ്ങൾ എഴുതി. അത് റിലീസ് ചെയ്തതിന് ശേഷം ഒരു കൂടുതൽ അഭിനന്ദനം കിട്ടിയ ഒരു പാട്ട് ഏതാന്ന് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒന്ന് പാടാൻ പറ്റുമോ? ഞാനങ്ങനെ പാടുന്ന ആളല്ല കൂടുതൽ. ഞാൻ ഇപ്പം പറഞ്ഞില്ലേ പല പാട്ടുകളുണ്ട്, പ്രണയമേ ഞാൻ കരയുമ്പോൾ ചിരി തൂകി നീ മറയുന്നു, പ്രണയമേ ഞാൻ കരയുമ്പോൾ ചിരി തൂകി നീ മറയുന്നു, വെയിലേറ്റു ഞാൻ വാടുമ്പോൾ കുളിരേറ്റു നീ വിരിയുന്നു, വെയിലേറ്റു ഞാൻ വാടുമ്പോൾ കുളിരേറ്റു നീ വിരിയുന്നു, ഒരു മഹാദുഃഖം നൽകാൻ ഞാൻ എന്തപരാധം ചെയ്തു, ഒരു മഹാദുഃഖം നൽകാൻ ഞാൻ എന്തപരാധം ചെയ്തു, പ്രണയമേ ഞാൻ കരയുമ്പോൾ ചിരി തൂകി നീ മറയുന്നു. ഇപ്പൊ നമ്മൾ ഈ ഒരു ഗാനരചനയെ പറ്റിയൊക്കെ പാടുന്നതിനെ പറ്റിയൊക്കെ സംസാരിച്ചു. പക്ഷെ ഇതിന് പുറമേ ഉള്ള ഒരു ലൈഫ് എങ്ങനെയാണ്? ഇതിന് പുറമേ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ശരിക്കും ഈ ഗാനരചന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യാദൃശികമായി എത്തപ്പെട്ട ഒരാളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ചിത്രങ്ങൾ വരയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞ പഠിക്കുന്ന സമയത്ത് ഞാൻ സ്കൂളുകളിൽ വാങ്ങിക്കൂട്ടിയ സമ്മാനങ്ങളൊക്കെ സർട്ടിഫിക്കറ്റൊക്കെ ഈ ചിത്രരചന ഇതിലൊക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഫൺ റാപ്പിഡ് ഫയർ ആണ്. ഒരു വാക്കിൽ സ്വയം ഒന്ന് വിശേഷിപ്പിക്കുക, ഒറ്റൊരു വാക്കിൽ. സിമ്പിൾ. ഓക്കെ, പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട കവി? റൂമി, ജലാലുദ്ദീൻ റൂമി. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനരചയിതാവ്? എനിക്ക് ഗിരീഷ് പുത്തഞ്ചേരി. അദ്ദേഹം വലിയ മഹാന്മാരൊക്കെ ഉണ്ട്. എന്നെ സംബന്ധിച്ച് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. ഞാൻ 1-2 തവണ VM സ്റ്റുഡിയോയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ. സന്തോഷം നൽകുന്ന ഒരു വാക്ക്? ചായ.
ചായ ചായ കുടിച്ച് പാട്ട് എഴുതാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ചായ സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ കൂടെ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പാർട്ട്ണർ പോലെയാണ് ചായ. വീട്ടിൽ ആരാണ് കൂടുതൽ സപ്പോർട്ട്? വീട്ടിൽ സംബന്ധിച്ച് എല്ലാവരും സപ്പോർട്ട് തന്നെയാണ്. സപ്പോർട്ട് ഇല്ലാത്ത പ്രശ്നം ഞാൻ പറഞ്ഞില്ല, ഒരു കലാ പാരമ്പര്യം ഉണ്ട്. അപ്പം അല്ലാതെ മിക്കവരും പാടുകയും വരയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞില്ല, ചെറുപ്പത്തിലെ പാട്ടുകൾ കേട്ടും ആ ഒരു സിറ്റുവേഷൻ സപ്പോർട്ടിനൊരു കുറവൊന്നുമില്ല. ഫാമിലിയിൽ ഉപ്പ മരിച്ചുപോയി. ഉപ്പ മരിച്ചിട്ട് ഏകദേശം 21 വർഷമായി. പിന്നെ ഉമ്മ ഉണ്ട്, പെങ്ങന്മാരുണ്ട്, ഇപ്പം പ്രശ്നമാവും. പിന്നെ 2 അനിയന്മാരുണ്ട്. അനിയന്മാരും ഈ ഒരു ഫീൽഡിൽ വരുന്നുണ്ടോ? ഒരു ഇളയ അനിയനുണ്ട്, ഷാജ. നന്നായിട്ട് പാടും, അസലായിട്ട് പാടും. ഉപ്പയുടെ പേരെന്തായിരുന്നു? അബൂബക്കർ. എന്തായാലും ഉപ്പയ്ക്ക് ഇപ്പോൾ ഒരുപാട് അഭിമാനമുള്ളൊരു നിമിഷമായിരിക്കും. ഇപ്പൊ എത്ര ഹിറ്റ് പാട്ടുകൾ പാടി തീർച്ചയായിട്ടും ഉപ്പയ്ക്ക് സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടാവും. പിന്നെ എനിക്ക് തോന്നുന്നു മാരീഡ് അല്ല അല്ലേ ഇപ്പോ? കല്യാണം കഴിച്ചിട്ടില്ല. അതെന്ത് പറ്റി? ഒന്നും പറ്റിയിട്ടില്ല, കല്യാണം കഴിച്ചിട്ടില്ല. ഇപ്പൊ ഒരുപാട് ഈ പാട്ടുകളൊക്കെ ഹിറ്റ് പാട്ടുകളൊക്കെ കേട്ടിട്ട് ഒരുപാട് ഫീമെയിൽ ഫാൻസ് എന്തായാലും ഉണ്ടാവും. അല്ല, ഫീമെയിൽ ഫാൻസ് നമ്മളെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഈ വേറൊരു കാര്യം, നമ്മൾ ഈ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുക എന്നുള്ളതിന് അർത്ഥമില്ല. പാട്ടുകൾ ഇഷ്ടപ്പെടുന്നത് നമ്മളെ വരികളെയാണ് അവൾ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ എഴുതുന്ന വരികൾ അവർക്ക് കണക്റ്റ് ആകുമ്പോൾ അവരത് ഇഷ്ടപ്പെടും. ഇപ്പം നിങ്ങൾ ചെയ്തു തരും. ഇപ്പം നിങ്ങളൊരു ചിത്രകാരിയാണെങ്കിൽ നിങ്ങളിപ്പോൾ വരക്കുന്ന ഒരു പിക്ചർ എനിക്കിഷ്ടപ്പെട്ടാൽ ഞാൻ ചിലപ്പോൾ വലിയ പൈസ കൊടുത്ത് വാങ്ങും. അത് നിങ്ങളോടുള്ള ഇഷ്ടമല്ല, നിങ്ങൾ വരച്ച ചിത്രത്തോടുള്ള ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ വരികളോട് പല അഭിനന്ദനങ്ങളും കിട്ടാറുണ്ട്. ഞാൻ പറഞ്ഞ നേരത്തെ ചില ചേർത്തുപിടികൾ ഉണ്ടാവും, ചില വാക്കുകളിലൂടെ ഉണ്ടാവും, അങ്ങനെ ഉണ്ട്. അപ്പോഴാണ് നമുക്ക് എന്താ പറയുക, നമ്മൾ ഈ എന്തൊക്കെയോ നമ്മൾ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതിൽ നമുക്കൊരു ഒരു അനുഭൂതി ഉണ്ടാവുക. നമ്മൾ ചെയ്തു. ഇപ്പം ഈ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒറ്റപ്പെട്ട് തോന്നുന്ന ചില നിമിഷങ്ങൾ ഉണ്ടാവില്ല ലൈഫിൽ. അപ്പോൾ ആ നിമിഷങ്ങളിൽ നമ്മൾ ഇപ്പോൾ നമ്മളോട് ഒരാൾ പറയുന്നത്, നീ ഇന്ന് ചെയ്ത പാട്ട് അല്ലെങ്കിൽ നീ ഇന്ന് എഴുതിയ പാട്ട് വളരെ ഇതാണ്, ഞാനത് കേൾക്കാൻ വളരെ ഉറങ്ങുമ്പോൾ പല ആൾക്കാരും പറയും കേട്ടോ, ഉറങ്ങുമ്പോൾ ഇന്ന പാട്ട് കേൾക്കാറുണ്ടെന്നൊക്കെ. അപ്പം നമ്മൾ മോശമില്ലെന്നോ അങ്ങനെയല്ല, നമുക്ക് തോന്നുമല്ലോ നമ്മൾ നമ്മൾ ഈ വല്ലാതെ നമ്മൾ ഈ നെഗറ്റീവ് അടിക്കും ചില മനുഷ്യന്മാരെ മനസ്സല്ലേ. അപ്പം നമുക്ക് തന്നെ തോന്നും വലിയ കുഴപ്പമില്ല. അങ്ങനെയല്ല, അതിലെ അഹങ്കാരമല്ല, നമുക്കൊരു സ്വയം ഒരു ആത്മസംതൃപ്തി എന്നുള്ളൊരു സാധനമാണ്. ആശിർ എഴുതിയ പാട്ടുകളുണ്ടല്ലോ, അത് പാടിയ സിംഗേഴ്സ് ആരൊക്കെയാണ്? അവരൊക്കെ ആയിട്ടുള്ള ഒരു റിലേഷൻ എങ്ങനെയാണ്? അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണോ? അല്ല, സിംഗേഴ്സ് എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നത് ചിത്രേച്ചി, ദാസേട്ടൻ, ജയേന്ദ്ര, അങ്ങനെ അവർ ഒഴികെ എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാവരും എൻ്റെ പാട്ട് പാടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇപ്പം പറഞ്ഞ ആൾക്കാരൊന്നും പാടിയിട്ടില്ല, ആഗ്രഹമുണ്ട്. ബാക്കി എനിക്ക് ഹരിഹരൻ സാറിനെ കൊണ്ട് പാടിക്കാനുള്ള ഒരു ഓഫർ സജിയേട്ടൻ കുറേ മുമ്പ് തന്നിരുന്നു, മില്ലിയനും സജിയേട്ടൻ. അപ്പം ഞാൻ അന്ന് അവർക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, സജിയേട്ടാ ഇത്ര പൈസ കൊടുത്ത് പാടിക്കണമെന്ന് ഞാൻ തന്നെ ചോദിച്ചു മുടക്കിയ സംഭവം. പിന്നീട് ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു, എനിക്കത് പാടിക്കായിരുന്നു. ഞാൻ തന്നെ വിചാരിച്ചു ഇത്രയും പൈസ മൂപ്പറെ കൊണ്ട് മുടക്കിക്കാൻ മൂപ്പർ റെഡിയായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ എസ് ബി ബാലസുബ്രഹ്മണ്യനെ കൊണ്ട് എനിക്ക് പാടിക്കാൻ തേജേട്ടൻ കമ്പോസ് ചെയ്തൊരു നിലവേ മൗനമേ എന്നുള്ളൊരു വർക്കുണ്ട്. അപ്പം അന്ന് സാറ് ലണ്ടനിൽ പ്രോഗ്രാമിന് പോയത് കൊണ്ട് ആ ഭാഗ്യം എനിക്ക് നഷ്ടമായി. അത് അഫ്സലാണ് പാടി, ഒരു നിലവേ മൗനമേ ഉള്ള. ഏകദേശം ആൾക്കാർ പിന്നെ അവരായിട്ട് ബന്ധം സൂക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മളോട് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും എൻ്റെ ഈ മിറർ റിഫ്ലക്റ്റ് ഇതെന്ന് പറയുന്നതിനോട്ട്. അല്ലാണ്ട് ആ ഒരു രീതിയാണ് എൻ്റെ. നമ്മളോട് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും തിരിച്ച്. ഇപ്പൊ നമുക്ക് കോൾ ചെയ്താൽ ഏതെങ്കിലും ഒരു സിംഗർ ഫോൺ എടുക്കുമോ നോക്കിയാലോ? വിളിച്ചു നോക്കാം. അവർ ഫോൺ എടുക്കുകയാണെങ്കിൽ അവരെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിക്കണം, അതൊരു ടാസ്ക് ആണ്. നോക്കാം, ഓരോ തിരക്കിലായിരിക്കുമല്ലോ. ആരെ വിളിക്കണ്ടേ? നിങ്ങൾ പറ, ആരെ വിളിക്കണ്ടേ? നമുക്ക് ഷാഫി ഉണ്ട്, താജു ഉണ്ട്, ആരെ വിളിക്കണം? ഷാഫിനെ വിളിക്കണ്ടേ? ഭയങ്കര ടാസ്ക് കേട്ടത്.
ഹലോ, ഇതെവിടെയുള്ളത്? ഞാന് തിരൂര് വരെ ഒന്ന് പോവാൻ വേണ്ടി പുറപ്പെടാൻ. ഞാനൊരു ഇന്റർവ്യൂലാണ് ഉള്ളത്, അവിടെ ഞാൻ എന്നെ വിളിക്കുന്നത്. അപ്പോ ഒരു കാര്യം ചെയ്യണ്ടെന്ന് വെച്ചാല്, ഞാൻ എഴുതിയതിൽ വെച്ച് താങ്കൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് ഒന്ന് പാടണം. അതെ. ശരി. ഇഷ്ടമില്ലാത്ത പാട്ട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അല്ല, ഇഷ്ടമില്ലാത്തന്നല്ല, ഇഷ്ടമുള്ളൊരു പാട്ട്. അത് ശരിയാണ്. പാട്ട് തന്നെയാണല്ലോ. ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഇരുന്നിട്ട് ഞാൻ കമ്പോസ് ചെയ്തവനെ എഴുതിയ സ്പോട്ടിൽ എഴുതിയ ഒരുപാട് വരികളുണ്ട്, പല വിഷയങ്ങൾ എഴുതിയിട്ടുണ്ട്. അതായത് പൊതുവെ ഈ പുരുഷന്മാരെ പ്രണയം മാത്രം പറയും, പുരുഷന്മാരെ പ്രണയത്തിന്റെ അവസ്ഥകൾ പറയും, പിന്നെ സ്ത്രീകളെ പരിചയപ്പെടുകയും പുരുഷന്മാർ മാത്രം വിരഹ പേറുന്ന കാമുകന്മാരാകുകയൊക്കെ ചെയ്യുന്ന സംഗതികളുള്ള കാലത്താണ് ഞങ്ങള് പിന്നെ സ്ത്രീപക്ഷം എഴുതാൻ വേണ്ടി ഒരു മാറ്റർ ഞാൻ ഇവനെ ഏൽപ്പിക്കുന്നത്. നമ്മൾ സ്പോട്ടിലാണ് അത് എഴുതുന്നത്, ഒരു 10ന്റെ ദിവസം വടകരയിൽ. ഇഷ്ടമെന്ന് നീ പറഞ്ഞാലും എന്റെ ഉള്ളം ഞാൻ തുറക്കൂല, എത്ര കാലം കൂടെ വന്നാലും. അങ്ങനെ ഒരു സാധനം. അതായത് പിന്നെ പെട്ടെന്ന് നിങ്ങൾ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല, എനിക്ക് എന്റെ സാഹചര്യങ്ങൾ നോക്കേണ്ടതുണ്ട് എന്നുള്ളൊരു സബ്ജക്ട്. അതുപോലെ ഞാൻ ഒരുപാട് പാട്ടുകൾ ആശിർന്ന് എഴുതിച്ചിട്ടുണ്ട്. പിന്നെ ജനങ്ങൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതും ആവർത്തിച്ച് എന്നോട് എവിടെ പോയാലും പാടാൻ പറയുന്ന ഒരു പാട്ട് ആശിർ എഴുതി ഞാൻ കമ്പോസ് ചെയ്ത് നമ്മളെ അൻവർ സാദ് കൊണ്ടാണ് ഞങ്ങൾ പാടിച്ചത്. പിന്നെ ഞാൻ ട്രാക്ക് പാടിയ വരികളും ഞാൻ ട്രാക്ക് പാടിയ വോയിസും കൂടെ അതിലുണ്ടായിരുന്നു. പിന്നീട് അത് ദിലേ ഫാത്തിമയിലൂടെ വന്ന് ഇപ്പൊ ഈ ജനറേഷനും ഏറ്റു പാടുന്ന ഒരു പാട്ടാണ്. കാതോരം നീയപ്പോൾ ചൊല്ലിയ കാര്യം കനിയേ അത് കനവല്ലായിരുന്നെങ്കിൽ തേരി വാക്കോ സേ ദേഖാ मैंने प्यारे प्यारे मोहब्बत की सपने. അതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം നമ്മളെ മാസ്റ്റർ പീസ് കേട്ടപ്പോൾ മെല്ലെ അടുത്തു ഞാൻ കെട്ടിപ്പിടിച്ചു നിന്നെ വച്ചു പുളകം പൂത്തുലഞ്ഞു. ഇതെല്ലാം മൈൻഡിൽ നടക്കുന്ന ഒരു കാമുകന്റെ മൈൻഡിൽ നടക്കുന്ന ഇമാജിനേഷൻ ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്താ പറയാ, നമ്മുടെ റൂഹിൽ ചില പാട്ടുകൾ ചേർന്നു. അപ്പൊ ആശിറിന്റെ വരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വരികളിൽ ഒന്നാണ് ഈ പറഞ്ഞ മോഹമാം കായലിൽ തോണിയിൽ നാമേറി സ്നേഹമാം തീരങ്ങൾ തേടി നാം തുഴയായി കാലമാം പേമാരി കാലനായി വന്നപ്പോൾ കോലവും മാറി നീ മറുവഞ്ചിയേറിയിലെ പെണ്ണു നീ കള്ളം ചൊന്നു കണ്ണുനീരോളം തന്നു കരളിലെ തേന്നുകരാനോ കൂട്ടിനായാളും വന്നു കൂട്ടിനായി നീയും നിന്നു പ്രണയമേ ഞാൻ കരയുമ്പോൾ ചിരിത്തൂകി നീ മറയും. പിന്നെ ഈ പറഞ്ഞ പോലെ ആശിർ ഞങ്ങൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ് ബാപ്പാനെ നഷ്ടപ്പെട്ടതിൽ. ബാപ്പ എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാവൽ വിളക്കുകളായിരുന്നു. അപ്പോ രണ്ടുപേർക്കും അത് നഷ്ടപ്പെട്ടായിരുന്നു. അപ്പോ ആ നഷ്ടത്തിലാണ് ആശിർ എന്റെ ആനന്ദ നാളുകൾ കാണുവാൻ എന്റെ ഉപ്പ ഇന്നില്ലാതെ പോയി. സത്യം പറ ഈ സ്റ്റുഡിയോ അത് പാട്ട് മുഴുമിപ്പിക്കാൻ ഞാൻ പെട്ട പാട്, കരച്ചിലടക്കാൻ പറ്റാതെ പാടിയിട്ടുള്ള പാട്ടുകൾ. അപ്പോൾ നമ്മളൊരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നെയാണ് ഷാഫിക്ക തന്നത്. ഈ ഒരു ടാസ്ക് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. താങ്ക് യു സോ മച്ച് ഷാഫിക്ക. ആശിർ ഇനിയും എഴുത്തിന്റെ മേഖലയില് പാട്ടിന്റെ മേഖലയില്
എന്താ പറയാ തങ്കലിപികളാൽ ചരിത്രത്താളുകളിൽ എഴുതപ്പെടുന്ന രീതിയിലേക്ക് പ്രൗഢോജ്വലമായി മുന്നേറിക്കൊണ്ടേയിരിക്കട്ടെ. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് യുവർ ക്വാളിറ്റി ടൈം വിത്ത് us. ഞാൻ ആഷിറിന് കൊടുക്കാം. ഓക്കെ ഓക്കേടാ. ഓക്കെ ഓക്കെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പാട്ടുകൾ അവർ നമുക്ക് വേണ്ടി ഒരു ഷോയിൽ പാടി തന്നു. അപ്പം നിങ്ങളുടെ ഒരു കോംബോ, ഇനിയും ഹിറ്റ് സോങ്സ് ഉണ്ടാവട്ടെ. ഇപ്പൊ ഈ അടുത്തായിട്ട് പുറത്തും, അതായത് ഇന്ത്യക്ക് പുറത്തും കേരളത്തിലൊക്കെ ആയിട്ട് മെഹഫിൽ പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയല്ലോ, അതിൽ പാടി തുടങ്ങിയല്ലോ. അപ്പൊ ഈ ഗാനം എഴുതുന്നതിനൊപ്പം തന്നെ ഈ ഒരു മെഹഫിൽ സോങ്സിലേക്ക് അല്ലെങ്കിൽ സോങ്സ് പാടുന്നതിലേക്ക് വരുമ്പോൾ ഉണ്ടായ ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? പാട്ട് പാടുക എന്നുള്ളത്, ഞാൻ നേരത്തെ എഴുത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് യാദൃശികമായി ഞാൻ ഈ എഴുത്തിൻ്റെ മേഖല അതേപോലെ തന്നെയാണ് ഇപ്പം ഞാൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഈ ഗസൽസ് ആണ് ചെറിയ രീതിയിൽ എന്ന് പറയാൻ അത് വലിയൊരു ശാഖയാണ്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെറിയ രീതിയിൽ എന്ന് പറയാം, നമ്മൾ ചെറിയ ആൾക്കാരാണല്ലോ. അപ്പോൾ അതിൽ എത്തിയത് ഈ കൊച്ചിനും വായിക്കാൻ്റെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഉള്ളിൽ ആ ഒരു സാധനം ഉള്ളത് കൊണ്ട് പിന്നെ നമുക്ക് ഒരു സൗകര്യം വെച്ചാൽ താഴെ അങ്ങാടി എന്ന് പറയുമ്പോൾ ഈ മെഹഫിലിലെ തട്ടുംപുറങ്ങൾ ഒരുപാട് ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ എനിക്ക് പിന്നെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ വല്യമ്മാൻ്റെ ആങ്ങള ബാബുരാജ് അവരൊക്കെ ആയിട്ട് ബന്ധമുള്ള അവർ വന്ന് കൂടുകയും പാട്ടുകൾ പാടി ഇരിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ടീമാണ് നമ്മളാ ഒരു പൂർവികർ. അപ്പോൾ ഇപ്പം നമുക്ക് അവിടെ ഒരു ക്ലബ്ബുണ്ട്, മധുരിമ എന്നൊരു ക്ലബ്ബ്. അതിൻ്റെ ഹുസൈൻ തങ്ങളാണ് അതിൻ്റെ ഇൻചാർജ് ഇതല്ല, മൂപ്പരാണ് അതിൻ്റെ. പിന്നെ നമുക്ക് സമദൊക്കെ ഉണ്ട്, ബിജുവേട്ടനുണ്ട്, പിന്നെ സുബൈർക്ക് ഉണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ അസ്രൂക്ക, പിന്നെ നാസർക്ക്, അങ്ങനെ നമ്മളൊരു സുഹൃത്ത് വലയുണ്ട്. അപ്പോൾ നമ്മളവിടെ ഈ വൈകുന്നേരങ്ങളിൽ ഇരുന്ന് നമ്മളിങ്ങനെ പാടും, തെറ്റും പാടും, ഇങ്ങനെ പാടി റെഡിയാവും സാധനം. അപ്പോൾ റെഡിയാവുന്നില്ല അങ്ങനെ പാടി നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടല്ലോ, ഞാൻ എത്രയോ ഇൻ്റർവ്യൂസ്, ഞാൻ അങ്ങനെ ഇത് പറയുന്നല്ല, ഇതിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ആളാണ് ഞാൻ. ഇത് ഇപ്പം തന്നെ എനിക്ക് അതിൻ്റെതായ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ സംസാരത്തിൽ. അപ്പോൾ ഈ പാട്ട് തന്നെ മുമ്പ് നമ്മൾ സ്റ്റുഡിയോന്ന് ട്രാക്ക്, എനിക്ക് തോന്നുന്നു ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഞാൻ ട്രാക്ക് പാടിയിട്ടുണ്ട്, വലിയ സിംഗേഴ്സിനൊക്കെ ഞാൻ ട്രാക്ക് പാടിയിട്ടുണ്ട്. അതിലുള്ള എനിക്ക് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പേര് പറയുന്നില്ല, എനിക്ക് പാടുന്നത് നന്നാവില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ വലിയൊരു സിംഗറെ കൊണ്ട് ട്രാക്ക് പാടിച്ച്, എന്നിട്ട് ഞാൻ സജീവേട്ടനെ കേൾപ്പിച്ചപ്പോൾ എന്നെ ചീത്ത പറഞ്ഞു. എന്നോട് പറഞ്ഞു, നീ എന്തിനാ അത് ഓനെ കൊണ്ട് പാടിച്ചേ? ആളെ ഞാൻ പേര് പറയുന്നില്ല കേട്ടാ, അതിൻ്റെ ആവശ്യമില്ല, ഇനി പാടിയാൽ മതി. എന്നിട്ട് ഞാൻ വന്ന് പിന്നെയും ട്രാക്ക് പാടിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സജീവേട്ടൻ, എനിക്ക് നിൻ്റെ വോയിസിലാണ് കേൾക്കേണ്ടത്, നിൻ്റെ വോയിസിൽ നീ ചെയ്ത പാട്ട് ആകുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ അന്നേരം ഞാൻ പറഞ്ഞു വന്നതല്ല, അപ്പോൾ ഞാനെന്താ വെച്ചാൽ എല്ലാവരെയും പുറത്താക്കി ഞാനും സൗണ്ട് എഞ്ചിനീയറും മാത്രമേ ഉണ്ടാവും. അങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു. ഇപ്പം അടുത്താണ് മാറിയത്. അപ്പോൾ ഞാൻ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ നമ്മൾ അപ്പോൾ ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ഹുസൈൻ്റെ ഹാർമോണിയം വൈകുന്ന തങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഒരു തങ്ങളെ എന്താ അത്ഭുതം ഇവിടെ നടക്കുന്നത്, പേടിച്ചോടുന്ന ഞാനിപ്പോൾ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മളെ തീരുമാനമല്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു നടത്തിപ്പാണിത്. അങ്ങനെ ഉണ്ടാവില്ല, ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണ്ട എന്നൊരു തീരുമാനത്തിൻ്റെ പുറത്താണല്ലോ നമ്മൾ ഈ പോക്ക് വരവ് മൊത്തം. അപ്പം അങ്ങനെയായിരിക്കും ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാമെന്ന് അത് നമുക്കറിയില്ല. അപ്പോൾ പ്രോഗ്രാമിൻ്റെ നമുക്ക് അവിടെ ഞാൻ പറഞ്ഞില്ല ഒരു ക്ലബ്ബുണ്ട്, ആ ത്രൂ നമ്മൾ പാടി ഇങ്ങനെ. പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ കേട്ട പാട്ടുകൾ നമ്മളെ ഉള്ളിൽ ഇങ്ങനെ ഒട്ടിക്കിടക്കുന്നുണ്ടാവും. ഷോസ് ഉണ്ട്. റോഷൻ ഒരു തബലിസ്റ്റ് ആണ്, മൂപ്പര് ഹാർമോണിസ്റ്റ് ആണ്, എല്ലാമാണ്. കൂത്തുപറമ്പ് റോഷൻ മൂപ്പര് ഇപ്പോൾ എന്നെ പ്രോഗ്രാംസിന് വിളിക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു എനിക്കൊരു വലിയൊരു അംഗീകാരമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ അദ്ദേഹം എന്ന് വെച്ചാൽ ഉമ്പായിക്കാൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു 10-18 വർഷം തബല വായിച്ച ആളാണ്. പിന്നെ നമ്മളെ ഷഹബാസ് ഖാൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ഏകദേശം വലിയ ആൾക്കാർക്ക് അവർ നമ്മളെ വിളിക്കുക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു ഓസ്കാറാണ്. എന്നെ സംബന്ധിച്ചല്ല, മൂപ്പര ഈ റോഷനെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് അറിയാം റോഷൻ എന്താ. അപ്പം അവരൊക്കെ നമ്മളെ പ്രോഗ്രാമിന് വിളിക്കുക എന്ന് പറയുന്നതിന് ഒരു അംഗീകാരമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അതൊരു വലിയൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ച്. അതേപോലെ ഇനി റീസെന്റ് ആയിട്ട് എഴുതാൻ പോകുന്ന പ്രൊജക്ട്സ് ഏതൊക്കെയാണ്? എഴുതാൻ പോകുന്നതുണ്ട്, എഴുതിയതുണ്ട്. ഇപ്പോൾ ഞാൻ പിന്നെ നമ്മളെ ബീഗം ഉണ്ടല്ലോ, റാസ ബീഗത്തിലെ ബീഗം, അപ്പോൾ അവരായിട്ട് ഞാനും അവരും കൂടി പാടുന്നൊരു പാട്ടുണ്ട്. ചെറിയൊരു പാട്ടാണ്. അതെനിക്ക് പറയാനുള്ളത്, പ്രേക്ഷകർ നിങ്ങളത് ഏറ്റെടുത്ത് അത് വലുതാക്കി തരണം എന്നുള്ളതാണ്.
ചെറിയ പാട്ടുകാർ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഈ തിരക്കുകൾക്കിടയിലും ഇത്ര സമയം നമ്മുടെ പ്രേക്ഷകരെ കൂടെ സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് താങ്ക് യു. ഒരുപാട് പ്രൊജക്ട്സ് ഇങ്ങനെ വരുന്നുണ്ട്. അതിൽ പാടുന്നതാണെങ്കിലും രചനയിലാണെങ്കിലും ഒക്കെ എല്ലാ പ്രൊജക്ട്സിനും ഓൾ ദ ബെസ്റ്റ് വിഷ് ചെയ്യുന്നു. എല്ലാം സൂപ്പർ ഹിറ്റ് ആവട്ടെ, നല്ല നല്ല കോമ്പോസ് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അപ്പോൾ ഒരു മലയാളം ഗസൽ കൂടി പാടിയിട്ട് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. മുമ്പായിക്കാൻ്റെ ഒരു ഓക്കെ. പാട്ട് ഒരു ഞാനറിയാതൻ കരൾ കവർന്നോടിയ പ്രാണനും പ്രാണനാം പെൺകിടാവേ, എൻ്റെ പ്രാണനും പ്രാണനാം പെൺകിടാവേ, നിന്നെ തിരയുമൻ ദൂതനാം കാറ്റിനോ ലെന്തേ നിൻ ഗന്ധമെന്നോതിടേണ്ടു, എന്തേ നിൻ ഗന്ധമെന്നോതിടേണ്ടു, ഞാനറിയാതൻ കരൾ കവർന്നോടിയ പ്രാണനും പ്രാണനാം പെൺകിടാവേ, എൻ്റെ പ്രാണനും പ്രാണനാം പെൺകിടാവേ. നമ്മുടെ പ്രേക്ഷകരോട് ഒരു 2 വാക്ക് പറയാൻ പറ്റും? ഇത്രയും നാള് എനിക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു 10-20 വർഷമായി ഞാനിത് ഇങ്ങനെ എഴുതി, ചെറിയ രീതിയിലാണെങ്കിലും ഇങ്ങനെ എഴുതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ ഇനിയും നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാവുകയാണെങ്കിൽ മമ്മൂട്ടി പറഞ്ഞ പോലെ ഇനിയും ഞാൻ മമ്മൂട്ടീൻ്റെ മുന്നേ എന്താ പറഞ്ഞല്ലോ, എന്തോ ഇനിയും തേച്ച് മിനുക്കിയാൽ മിനുങ്ങെന്നൊക്കെ പറഞ്ഞതുപോലെ ഞാൻ ഇനിയും എഴുത്തും പാട്ട് ഇപ്പം തുടങ്ങിയിട്ടുണ്ട് പാടാൻ. അതൊക്കെ നന്നാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ, നിങ്ങൾ കൂടെ നിൽക്കുകയാണെങ്കിൽ ഇനിയും കാര്യങ്ങൾ അല്ലേ എഴുത്തൊക്കെ നമുക്ക് നന്നാക്കാൻ ശ്രമിക്കാം. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഫൺ വിത്ത് സ്റ്റാറിൽ പുതിയ ഒരു സെലിബ്രിറ്റിയുടെ കൂടെ നമുക്ക് വീണ്ടും കാണാം.